അഡ്വക്കേറ്റ് അരുൺകുമാർ കേട്ടല്ലോ. ഇന്ന് ആശാവർക്കർമാരുടെ സമരം നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം ഇവർക്ക് വേണ്ടി എന്ന മട്ടിൽ ആദ്യം ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോകുന്നു. പിന്നീട് അതല്ല ആയിരുന്നു ഉദ്ദേശമെന്ന് പിന്നീട് അറിയുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകി വിജയരാഘവൻ പൊളിറ്റ് ബ്യൂറോ അംഗം നടത്തിയ അധിക്ഷേപ പ്രസംഗവും കേരളം കണ്ടതാണ്. ഈ ഘട്ടത്തിൽ എന്താണ് അവരോട് പറയാനുള്ളത്? 26,125-ൽ 450 പേർ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വരും എന്ന് താങ്കളൊന്ന് കണക്കുകൂട്ടി നോക്കുക. 10% വരുമോ, 5% വരുമോ, 2% വരുമോ? ആ ശതമാനം കുറഞ്ഞ, ശരിക്കും പറഞ്ഞാൽ 2% താഴെയുള്ള ശതമാനം നടത്തുന്ന സമരം എന്തായാലും സമരം നടത്താൻ അവർക്ക് അവകാശമുണ്ട്. ഗവൺമെൻറ് എല്ലാ സമരങ്ങളെയും അനുഭാവപൂർവ്വം കാണുന്നവരാണ്. അവരുന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളെ അഡ്രസ്സ് ചെയ്യുക ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ആ അഡ്രസ്സ് ചെയ്തു തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ആ സമരത്തിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തിൻ്റെ കാലിക പ്രശസ്തി 35 ദിവസമായി നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചർച്ച ചെയ്യുന്നു. ഓണറേറിയം അത് കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ. ഓണറേറിയം വർദ്ധിപ്പിക്കണം, പരമാവധി വർദ്ധിപ്പിക്കണം. ഇൻസെൻറ്റീവ് അത് കേന്ദ്രത്തിൻ്റെ വിഹിതമല്ലേ, അതിൽ ഞങ്ങൾക്ക് വലിയ ഡിമാൻഡൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 തവണ കേന്ദ്രമന്ത്രി വന്നു. ആ കേന്ദ്രമന്ത്രി വരുമ്പോഴും പാട്ടുപാടി അതുപോലെ തന്നെ കൊട കൊണ്ടേ കൊടുത്തു, വർത്താനൊക്കെ പറഞ്ഞു പോയി. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് ആ ഇൻസെൻറ്റീവ് 1 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചിട്ടെങ്കിൽ വാ എന്ന് പറഞ്ഞു എന്നൊക്കെ വാർത്ത വന്നു. എന്തിയെ പിന്നെ കേന്ദ്രമന്ത്രി വരാത്തെ? ഇവർക്ക് അനുഭാവപൂർവ്വം എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് BJP നേതാക്കന്മാർ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വരുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും മത്സരിച്ച് വരുന്നുണ്ടല്ലോ. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് 1 രൂപ, കേന്ദ്ര സ്കീമല്ലേ, കേന്ദ്രം പ്രഖ്യാപിച്ച സ്കീമല്ലേ, കേന്ദ്ര മാനദണ്ഡങ്ങൾ പ്രകാരമല്ലേ 8ാം ക്ലാസ് വിദ്യാഭ്യാസവും സന്നദ്ധ സേവന മനോഭാവം ഉള്ളവരെ ഇതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്? ആ സന്നദ്ധ സേവന മനോഭാവം അല്ലേ ഈ സ്കീം വർക്കേഴ്സിൻ്റെ ഒരു ഉത്തമമായിട്ടുള്ള സ്വഭാവം? അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിച്ച ഇൻസെൻറ്റീവിൽ 1 രൂപ പോലും വർധനവ് വരാത്തതിനെ 10-20 കൊല്ലമായി തുടരുന്ന ആ സാഹചര്യത്തിൽ 1 രൂപ വർദ്ധിപ്പിക്കണമെന്ന് ഈ സമരസമിതി ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. ഹോണറേറിയം ഈ ഗവൺമെൻറ് വരുമ്പോൾ 1000 രൂപയായിരുന്നു. പക്ഷേ 800 രൂപ വീതേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 800 1000 രൂപയായി വിതരണം ചെയ്ത് 7000 രൂപയായി പടിപടിയായി വിതരണം ചെയ്തു. എന്തൊക്കെയായിരുന്നു നുണപ്രചരണം? സ്കീം ഇവിടെ 700 രൂപ വീതം ദിവസമാക്കി 21,000 രൂപ സാലറിയായി കൊടുക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞു എന്നാ പറഞ്ഞേ. കൃത്യമായി പ്രകടന പത്രിക എടുത്ത് പരിശോധിച്ചപ്പോൾ വീണ്ടും വായിച്ചു വെപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലായി. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ആ നിയമത്തിൻ്റെ പരിധിയിൽ, മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിയിൽ വരുത്തണമെങ്കിൽ അതിനെല്ലാം കേന്ദ്രം വിചാരിച്ചാലേ സാധിക്കൂ. സംസ്ഥാന LDFിൻ്റെ പ്രകടന പത്രികയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് വർദ്ധിപ്പിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 വർഷം കൊണ്ട് 5000 രൂപ വർദ്ധിപ്പിച്ചു. രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 1000 രൂപ വർദ്ധിപ്പിച്ചു. ഇനിയും വർദ്ധിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി പ്രകാരം അത് പറ്റില്ല. പക്ഷേ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യും. അപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ടതില്ല, ഇൻസെൻറ്റീവിന് വേണ്ടി ഒരു വാക്ക് പോലും ആവശ്യപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും ഗൗരവമായി ഇതൊരു രാഷ്ട്രീയ സമരമാണ് എന്ന് പറയുന്ന സാഹചര്യം. ഇൻസെൻറ്റീവ് എത്രയാണ് അവർക്ക് കിട്ടുന്ന? ഇൻസെൻറ്റീവ് എത്രയാണ്? ഇൻസെൻറ്റീവ് ഫിക്സഡ് ഇൻസെൻറ്റീവും ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ഇൻസെൻറ്റീവും ഉണ്ട്. ഫിക്സഡ് ഇൻസെൻറ്റീവ് 3000 രൂപ, അതിൽ 60% കേന്ദ്രം, 1800 രൂപ കേന്ദ്രം, 1200 രൂപ സംസ്ഥാനം. ജനറൽ ഇൻസെൻറ്റീവിലും 3000 രൂപയാണ്, അതിൽ 1800 കേന്ദ്രം, 1200 സംസ്ഥാനം. ഇവർക്ക് കൃത്യമായി 9400 രൂപ സംസ്ഥാന ഗവൺമെൻറ് ഹോണറേറിയം പ്ലസ് ഇൻസെൻറ്റീവിലെ സംസ്ഥാന വിഹിതം പ്ലസ് 200 രൂപ ഫോൺ ചാർജ് ചെയ്യാൻ, അങ്ങനെ 9600 രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇവിടെ സമരസമിതിയുടെ നേതാവ് എന്താ പറഞ്ഞത്? ചില ആളുകൾ വാങ്ങിക്കുന്ന ശമ്പളത്തിൻ്റെ കോപ്പി പുറത്തു വന്നപ്പോൾ, എന്തിനാ പുറത്തു വന്ന അത്ര വിഷമിക്കണം? എന്തിനാ? 37 ദിവസമായി നിങ്ങൾ പറയുന്ന നുണ അത് നുണയാണെന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് ചെറിയ വിഷമങ്ങളുണ്ട്. റോസമ്മ എന്ന് പറയുന്ന ശ്രീമതി റോസമ്മ വാങ്ങിക്കുന്നത് 11,735 വിനിതാകുമാരി കഴിഞ്ഞ മാസം മേടിച്ചത് 13,040 ശ്രീമതി ബീന 13,040 പത്മജകുമാരി 13,290 ഇത് പൊതുസമൂഹം അറിയട്ടേന്നേ. പൊതുസമൂഹം എല്ലാം അറിയേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് അരുൺകുമാർ ആശമാരുമായി ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഈ പറയുന്ന താങ്കൾ പുച്ഛിച്ച 2% ഉണ്ടല്ലോ, ആ 2%ൽ കുറച്ചു പേരാണല്ലോ ചർച്ചയ്ക്ക് പോയത്. ആ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ മന്ത്രി ഓരോ പേരുകളും പച്ചമഷി കൊണ്ട് രേഖപ്പെടുത്തുന്ന ആ കടലാസ് എങ്ങനെയാണ് നിങ്ങളുടെ സൈബർ സഖാക്കൾക്ക് ഇട്ടുകൊടുത്തത്? ആ പേരുകൾ അങ്ങ് പറക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? മന്ത്രിയാണോ, അതോ പാർട്ടിയാണോ, അതോ സർക്കാരാണോ? ആരാണ് തീരുമാനിക്കുന്നത്? അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഓണറേറിയം കൂട്ടണം എന്നതാണ് അവരുടെ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. ഓണറേറിയം കൂട്ടണം എന്നതാണ് അവരുടെ ആവശ്യം.
ഓണറേറിയം കൂട്ടണമെന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനോടാണ് ആവശ്യം. അപ്പോൾ നിങ്ങളുടെ സമര അജണ്ട ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ സമരം ചെയ്താൽ മതി എന്നെങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുക? നിങ്ങളാണോ അവരുടെ സമരത്തിന്റെ ആവശ്യങ്ങൾ തീരുമാനിക്കുന്നവർ? അവരാണ് അവരുടെ ആവശ്യം ഉന്നയിക്കുന്നത്. അവർക്ക് കൂട്ടേണ്ടത് ഓണറേറിയമാണ്. ഇനി നിങ്ങൾ പറയുന്ന പടിയായിട്ടുള്ള വർധനയാണെങ്കിൽ ഇപ്പോൾ ഈ 1000 കൂട്ടി വന്നാൽ ഇപ്പോൾ 9000 ആകണ്ടേ? 7000 അല്ലേ ആയിട്ടുള്ളൂ. 7000 കൊണ്ട് നന്നായി ജീവിക്കുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? ഇനി താങ്കൾ പറയുന്ന പ്രകടന പത്രികയിൽ ഇവർക്ക് മിനിമം വേജസ് ആയി 700 രൂപ കൊടുക്കുമെന്ന് പറയുന്നത് കേന്ദ്രത്തെ കൊണ്ട് കൊടുപ്പിക്കുമെന്നാണ് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്നത്. പ്രകടന പത്രിക എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ നടപ്പാക്കാൻ പോകുന്ന കാര്യം അല്ലേ? അപ്പോൾ അവർ നടപ്പാക്കേണ്ട കാര്യമാണ് നിങ്ങൾ പ്രകടന പത്രികയിൽ എഴുതുന്നത്. ആരെയാണ് വിഡ്ഢിയാക്കുന്നത് അഡ്വക്കേറ്റ് അരുൺകുമാർ? പറയൂ. പറഞ്ഞു കഴിഞ്ഞോ? 2% സമരത്തിൽ പങ്കെടുക്കുന്നത്. പുച്ഛത്തോടെയാണ് ഞാൻ പറഞ്ഞതെന്ന് താങ്കൾ പറയാൻ കാരണം എന്താ? സത്യസന്ധമായ വസ്തുതകൾ ജനങ്ങൾ അറിയുന്നതിൽ താങ്കൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എവിടെയാണ് എന്റെ ഭാഷയിൽ പുച്ഛം വന്നേ? അങ്ങനെ പുച്ഛമുള്ള ആളെ താങ്കൾ ചർച്ചയ്ക്ക് വിളിക്കണ്ട. സമരം ചെയ്യുന്നവരുടെ എണ്ണം അനുസരിച്ചാണ് നിങ്ങൾ സമരത്തിന് വിലയിടുക അല്ലേ? സമരം ചെയ്യുന്ന ഒരു 4 പേരുടെ സമരമാണെങ്കിൽ അതൊരു 10-38 ദിവസം തുടരുന്ന സമരമാണെങ്കിൽ നിങ്ങൾക്ക് പുച്ഛമായിരിക്കും അല്ലേ? അങ്ങനെയാണോ വേണ്ടത്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് അരുൺകുമാർ എന്നുള്ളതല്ല, നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളുടെ സമീപനമാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞോ? ഇനി എന്റെ ഉത്തരം പറയുമ്പോൾ ഇടപെടരുത്. അല്ലെങ്കിൽ മര്യാദപൂർവ്വം ഈ ക്യാമറ ഓഫ് ചെയ്തോ, ചർച്ചയിൽ നിന്ന് എന്നെ വിടുതൽ തന്നേരെ. അങ്ങയുടെ രാഷ്ട്രീയ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. 26,125 പേരിൽ 450 പേരിൽ താഴെ മാത്രമാണ് സമരം നടത്തുന്നതെന്ന് കണക്ക് വെച്ച് ഞാൻ പറയുമ്പോൾ അത് പുച്ഛത്തോടെയല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് സത്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ആ സത്യം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള മാർഗമായിട്ടാണ് ഞാൻ ഈ ചർച്ചയെ വിനിയോഗിച്ചത്. അല്ലാതെ അങ്ങയുടെ രാഷ്ട്രീയ പ്രസംഗം കേട്ട് അങ്ങ് പുച്ഛിച്ച് തള്ളാനാണെങ്കിൽ വേറെ മാർഗങ്ങളുണ്ട്. ഇവിടെ 26,125-ൽ 450 പേരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകളും തിരിച്ച് ജോലിക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ 2% എന്ന് പറഞ്ഞത് അങ്ങക്ക് പൊള്ളിയെങ്കിൽ അങ്ങ് പൊള്ളിക്കോട്ടെ. ഒരു പുച്ഛത്തോടെയല്ല, ഇത്രയേ ഉള്ളൂ സമരത്തിൽ. ഇവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യം ഇപ്പൊ എന്താ? താങ്കൾ പറഞ്ഞേ ഏതെങ്കിലും തരത്തിൽ ശമ്പളം മേടിക്കുന്നവരുടെ വിവരം പൊതുസമൂഹത്തിൽ അറിഞ്ഞ എങ്ങനെയാണ്? ഇതൊക്കെ പൊതുസമൂഹത്തിൽ ഉള്ളതാണ്. 36 ദിവസം നിങ്ങൾക്ക് ചർച്ച നടത്താമെങ്കിൽ, ദേശീയ വിഷയങ്ങൾ വരെ ഈ രാജ്യത്ത് ഉയർന്നു വരുമ്പോൾ അത് കാണാതെ നിങ്ങൾ ഇത് ചർച്ച നടത്തുമെങ്കിൽ ഇത് ഏത് കാര്യങ്ങൾ ജനങ്ങൾ അറിയണം, ഏതൊക്കെ അറിയണ്ട എന്ന് നിങ്ങൾ പറയുകയാണ്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ മാത്രം, ഒരു ചാനൽ വിചാരിച്ചാലോ ഒന്നിലധികം ചാനൽ വിചാരിച്ചാലോ സത്യം ജനങ്ങൾ അറിയാത്ത സാഹചര്യം വരില്ല. സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ്. വസ്തുത ജനങ്ങൾ മനസ്സിലാകും. 26,125-ൽ 25,000-ഓളം പേർ ഇതിനെ എതിർക്കുകയാണ്. ഈ ആശാ വർക്കേഴ്സിന്റെ കൂടെയല്ല, ഈ ഗവൺമെന്റ് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ടെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. അവരെയാണ് നിങ്ങൾ പുച്ഛിക്കുന്നത്. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇൻസെന്റീവും അതിന്റെ വിഹിതം സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായി കൊടുക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ജോലി എടുക്കാൻ പറ്റിയ സാഹചര്യം കേരളത്തിലാണെന്ന് ബോധ്യപ്പെടുന്ന 25,600-ഓളം വരുന്ന ആശാ വർക്കേഴ്സ് ഇവിടെയുണ്ട്. അവരെ പുച്ഛിക്കുന്നു ഞാനല്ല, സ്മൃതി പരുത്തിക്കാട് ഈ ചാനൽ ചർച്ചയിലൂടെയാണ് പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ സമരം നിർത്തില്ല. കാരണം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇവർക്ക് ഇത്തരത്തിലുള്ള സ്കീം വർക്കേഴ്സിനെ വെച്ച് സമരം തുടരണം. ആ സമരം സ്പോൺസർ ചെയ്തവർക്ക് അത് തുടരണം. അതിനു വേണ്ടിയല്ലേ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും BJP നേതാക്കന്മാരും എല്ലാം ഇങ്ങ് ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമരത്തിലേക്ക്. ഞാനൊരു ചോദ്യം ചോദിച്ചല്ലോ, എന്തുകൊണ്ട് കേന്ദ്രത്തോട് 1 രൂപ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ തയ്യാറാകാത്തത്? വേണം, ഇൻസെന്റീവ് കേന്ദ്രം വർദ്ധിപ്പിക്കണമെന്ന് ഈ സമരസമിതി ആവശ്യപ്പെടാത്തത് എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ എന്തേ താങ്കളിലെ മാധ്യമ പ്രവർത്തകർക്ക് അത് ശരിയാണെന്ന് തോന്നാത്തത്? ഒരു ചോദ്യം ഈ സമരസമിതിയുടെ നേതാവിനോട് താങ്കൾക്ക് ചോദിക്കണമെന്ന് തോന്നാത്തത്? ജെ പി നഡ്ഡ പാർലമെന്റിൽ ഇൻസെന്റീവ് കൂട്ടും എന്ന് പറഞ്ഞത് ഇവിടെ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ. ഇവരുടെ ഈ പറയുന്ന 2% താങ്കൾ പറയുന്ന 450 പേരുടെ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ അവിടെ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? അവരാണ് തരേണ്ടത്. ഇവിടെ ഞങ്ങൾ കൂട്ടുമെന്നല്ലോ പറയുന്നത്. വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടിട്ട് ഇപ്പോൾ എന്താണ് പറയുന്നത്? ജനം ചർച്ച ചെയ്യും, എല്ലാം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലെന്നേ. നിങ്ങളുടെ ഭാഗവും ചർച്ച ചെയ്യണം. പക്ഷേ ചർച്ചയ്ക്കിരുന്ന് മന്ത്രിമാർക്ക് ചെയ്ത കടലാസ് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? അതെങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? ഇനി താങ്കൾ പ്രസ്ഥാനവും താങ്കളുടെ സർക്കാരും മാധ്യമങ്ങളെ ഇങ്ങനെ രൂക്ഷമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. ആശാപ്രവർത്തകരുമായി വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് LDF-ലെ മറ്റ് പാർട്ടികളാണ്. ആശാപ്രവർത്തകരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് RJD-യും CPI-യുമാണ്. അപ്പോഴോ അവരെ ബോധ്യപ്പെടുത്തിയോ? നിങ്ങളെ ഇത്രയും കാലം പിന്തുണച്ച എത്ര പേരാണ് ഈ വിഷയത്തിൽ നിങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നത്?
ഇന്ന് ഈ സമരം, നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ കെ ജി താര പറഞ്ഞത് കേട്ടോ? ഇത്രയും കാലം ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്തത്, ഇടതുപക്ഷം വിജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ നിങ്ങൾ ഇടതുപക്ഷമല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.